ജാതി വിവേചനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളുമായി കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനി നിവാസികൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുന്നതായും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ബെഞ്ചുകളിലാണ് ഇരിക്കുന്നത് എന്നും കോളനി നിവാസികൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വിവാഹം തുടങ്ങി സാമൂഹ്യ ചടങ്ങുകളിലും വിവേചനം നേരിടുകയാണ് എന്ന് കോളനി നിവാസികൾ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ പുലപ്രക്കുന്ന് കോളനി. പറയി വിഭാഗത്തിൽപ്പെട്ട 10 കുടുംബങ്ങളിലായി 35ഓളം പേർ താമസിക്കുന്നു. ഇവർക്ക് പറയാനുള്ളത് ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ്. ഞാളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൾ രണ്ടാൾ മാത്രം ഒരു ടേബിൾ മേൽ ഇരിക്കുകയായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാൾ ആ ടേബിൾ മേൽ വന്നിരിക്കില്ല. ഞാൾ മാത്രമേ ഇരിക്കൂ. ഞങ്ങൾക്ക് പരമസുഖമായിട്ട് തിന്നാ, അല്ലാണ്ട് വേറെ ആരും ഇരിക്കില്ല. പറയറടുത്ത് അങ്ങനെ പോയി ഇരിക്കുക. ബസ്സിൽ പിന്നെ പോയാൽ ഞാളൊരു സീറ്റിൽ ഇരുന്നെങ്കിൽ ഞാളെ മുഖത്ത് നോക്കി ഏറ്റവും അങ്ങ് ഇടിച്ചു പോകും. അങ്ങനെ തന്നെ ഒരു സ്കൂൾ മീറ്റിംഗ് ഉണ്ടെങ്കിലും പിന്നെ ഞാൾ സ്കൂൾ മീറ്റിങ്ങിന് പോയാലും ഞങ്ങളൊരു ബെഞ്ചിൽ ഇരുന്നെങ്കിൽ ഇനി ആ ബെഞ്ചിൽ ആരും ഇരിക്കുകയില്ല. സ്കൂളുകളിലും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു. ഞങ്ങളെ കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കിയാൽ ഒരു ബേക്കിലത്തെ ബെഞ്ചിലാണ് ഇരുത്തുക. അത് തന്നെ കുട്ടികൾ അടുത്തിരിക്കൂല. ജാതിപ്പേര് പറഞ്ഞ് അവഹേളിക്കുമ്പോൾ നേരിടുന്ന ഹൃദയവേദനയും കോളനി നിവാസികൾ പങ്കുവച്ചു. സ്കൂൾ മക്കൾ പോയാലും അതും അങ്ങനെ തന്നെ. പിന്നെ അല്ലെങ്കിൽ റോഡിൽ കൂടി ഞാളൊക്കെ പോകുമ്പോൾ ചെറിയ മക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അതാ പോന്ന പോലെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകും. 1974 പറയി വിഭാഗത്തിന് പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത്. 2 കുടുംബങ്ങൾക്കൊഴികെ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ആധുനിക കേരളത്തിലാണ് ഒരു മനുഷ്യ സമൂഹം അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ക്രൂരമായ ജാതി വിവേചനത്തിന് ഇരയാകുന്നത്. നവോത്ഥാന കേരളത്തിന് ഇനിയുമേറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ. പുലപ്രക്കുന്ന് കോളനിയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഒപ്പം വിനീത വിജയൻ, സാമൂഹ്യ പ്രവർത്തക, അവരും നമ്മോടൊപ്പം ചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാൻ. വിനീത വിജയൻ, നവോത്ഥാന കേരളമെന്നും ആധുനിക കേരളമെന്നും ഒക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ നാട്ടിലാണ് ഇത്തരത്തിൽ ഒരു വിവേചനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇതൊക്കെ തുടച്ചു നീക്കിയെന്ന് നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ആവർത്തിക്കപ്പെടുന്നത്? ഒറ്റപ്പെട്ട രീതിയിലൊന്നും പറയേണ്ടതില്ല എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ടത്. കാരണം ഇപ്പോൾ ഒരു പുലപ്രക്കുന്ന് ചർച്ചയിലേക്ക് വരുന്നു, വിഷയത്തിലേക്ക് വരുന്നു എങ്കിൽ പോലും ഇത്തരത്തിൽ ശ്രദ്ധയിലെത്താത്ത അനവധി പുലപ്രക്കുന്നുകൾ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതിനെയെല്ലാം കൂടി ചേർത്താണ് നവോത്ഥാന കേരളം അല്ലെങ്കിൽ പുരോഗമന കേരളം എന്ന് നാം വിളിക്കുന്നത് എന്നുള്ളൊരു വിളിച്ചു പറയൽ കൂടിയാണ് പുലപ്രക്കുന്നുകാർ ഇപ്പോൾ നടത്തുന്നത്. കാരണം ഞാൻ ഈ വിഷയം അറിഞ്ഞ് ആ കോളനിയിൽ എത്തുമ്പോൾ ഇത് മീഡിയകളിൽ ചർച്ചയാവുന്നതിന് വളരെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു വിവരം എത്തിച്ച ഒരു സതീഷ് എന്ന് പറയുന്ന സ്ഥലവാസിയായുള്ള ഒരു അധ്യാപകനാണ് ഈ വിഷയം ആദ്യമായിട്ട് ഏതാണ്ട് 4 കൊല്ലങ്ങൾ മുമ്പ് ഈ വിഷയം കൊണ്ടുവരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നേരെ വളരെ ക്രൂരമായിട്ട് ഒരു പക്ഷേ ഒരു സോഷ്യൽ ബോയ്ക്കോട്ടിംഗ് എന്ന് പറയുന്ന തരത്തിലുള്ള നടപടികൾ ആ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ തന്നെ നടത്തുകയും ഈ വാർത്ത അല്ലെങ്കിൽ ഈ കോളനിക്കാർ പറയുന്ന അവർക്ക് നേരിടേണ്ടി വരുന്ന, ഇപ്പോൾ നമ്മൾ ന്യൂസ് 18 ടീം അവിടെ ചെന്നപ്പോൾ കണ്ടിരുന്നല്ലോ, അവർ പറയുന്ന അവരുടെ അനുഭവങ്ങളാണ്, പൊള്ളിക്കുന്ന ജാതി വിവേചനത്തിൻ്റെ അനുഭവങ്ങളാണ്. അവർ പറയുന്നത് കള്ളമാണ്, അങ്ങനെ ഒന്നില്ല എന്ന് വരുത്തി തീർക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവർ ശ്രമിച്ചതിൻ്റെ ഫലം കൂടിയാണ് അധികം 3 വർഷം കൂടി അവർക്കിത് അനുഭവിക്കേണ്ടി വന്നത്. ഇതിന് 3 വർഷത്തെ കഥയല്ല പറയാനുള്ളത്. 1960-ലാണ് ഇവരിപ്പോൾ താമസിക്കുന്ന പുലപ്രക്കുന്ന് പറയ കോളനി എന്ന് പറയുന്ന 74 സെൻറ്റ് സ്ഥലം അവിടെ മുൻപ് ഇവരുടെ തലമുറകളായിട്ട് തന്നെയാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ആണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, മഞ്ഞക്കുളം സ്വദേശിയായിട്ടുള്ള അദ്ദേഹമാണ് ഈ 74 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് അധികൃതർക്ക് പുലപ്രക്കുന്ന് പറയ കോളനിയിലെ കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അന്ന് മുതൽ മാറി മാറി വന്ന ഒരു പഞ്ചായത്ത് അധികൃതരും ഈ സ്ഥലം വീതിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ടാണ് ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അടിസ്ഥാന ആവശ്യങ്ങളും കിട്ടാതെ ദശാബ്ദങ്ങളോളം ഈ ജനതയ്ക്ക് അവിടെ തന്നെ കിടക്കേണ്ടി വന്നതും കുടിവെള്ളമോ വെളിച്ചമോ ഭക്ഷണമോ വസ്ത്രമോ ഒന്നുമില്ലാതെ ഈ എന്താ പറയുക കേരളത്തിൻ്റെ ഭൂപടത്തിലെങ്ങും ഇല്ലാത്ത ഒരു സ്ഥലത്തെന്ന പോലെ അവർക്ക് ഈ നരക ജീവിതം ഈ കഴിഞ്ഞ ദിവസം വരെ ജീവിക്കേണ്ടി വന്നത്.
അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള അവഗണനയ്ക്ക് ഉത്തരവാദികൾ മാറി മാറി വന്ന എത്രയോ പഞ്ചായത്ത് തദ്ദേശ ഭരണകൂടങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ വന്നു. കാരണം ഈ പഞ്ചായത്ത് രേഖകളിലൊന്നും പുലപ്രക്കുന്നുകാരില്ല. കാരണം അവരുടെ ഭൂമിക്ക് രേഖകളില്ല. ഞാൻ അവിടെ ചെല്ലുന്ന ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ ചെല്ലുന്ന സമയത്ത് കോളനിയിൽ ചെന്ന് അവരോട് നേരിട്ട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, കുത്തനെയുള്ളൊരു കയറ്റം കയറിയിട്ടാണ് ഈ ചെല്ലുന്ന വഴി തന്നെ വളരെ ദുഷ്കരമാണ്. അപ്പോൾ ഏതാണ്ട് ഈ കോഴിക്കോട് ടൗണിനെ ഏതാണ്ട് 35 കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് ഈ സ്ഥലം ഉള്ളതെന്നും കൂടി ആലോചിക്കണം. അപ്പോൾ ആ കയറ്റം കയറി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുടിവെള്ളമാണ് ഏറ്റവും അത്യാവശ്യമല്ലോ. കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം ഇവർക്ക് ഈ കുടങ്ങളും ചുവന്നുകൊണ്ട് ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഈ സ്ത്രീകൾക്ക് പോകേണ്ടി വരുന്നു. ഇവർക്ക് കുടിവെള്ളം ഇല്ലാഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങുന്നത്. അതായത് ഇവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളമടക്കം സഞ്ചാര സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളിൽ പോലും ഈ വിവേചനം നിലനിൽക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട സംഘടനകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണോ ഇതിനൊക്കെ കാരണമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക? തീർച്ചയായും. കാരണം ഇതിന് ഒരു സാങ്കേതിക തടസ്സവും കൂടാതെയാണ്, അല്ലെങ്കിൽ ഇവർക്ക് പറയത്തക്കതായ ഒരു തടസ്സവും ഇല്ലാതെയാണ് ഇതെല്ലാം ഇവർ വെള്ളം ഉൾപ്പെടെയുള്ളവരെ തടസ്സപ്പെടുത്തി വെച്ചിരുന്നത്. അവിടെയാണ് ഈ ക്രൂരമായ മനുഷ്യത്വ നിഷേധവും ജാതി അയിത്തവും വിവേചനവുമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത്. കാരണം പുലപ്രക്കുന്ന് കോളനിക്കും മേപ്പയൂർ പഞ്ചായത്തിലെ തൊട്ട് താഴെയുള്ള ആളുകൾക്കും വേണ്ടി എന്ന് 7.5 ലക്ഷം രൂപ ഫണ്ട് SC ഫണ്ടിൽ നിന്ന് ചെലവാക്കി നിർമ്മിച്ച 2.5 ലക്ഷം ലിറ്ററിന്റെ ടാങ്കിൽ നിന്ന് പുലപ്രക്കുന്ന് കോളനിക്കാർക്ക് മാത്രം വെള്ളമില്ല. താഴെയുള്ള എല്ലാവർക്കും ആ ടാങ്കിൽ നിന്നുള്ള 2.5 ലക്ഷം ലിറ്ററിന്റെ ടാങ്കിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു. അപ്പം ഞാനിത് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾക്കുള്ള ടാപ്പുണ്ട്, ഇത് ആരാണ് പൂട്ടി വയ്ക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത് 15 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടില്ല. ഇത് ഉണ്ടാക്കിയത് 93-ലാണ്. ആ സമയം മുതൽ ഞങ്ങൾക്ക് വെള്ളമില്ല. അതിന് കാരണമായിട്ട് എന്താ അവർ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയില്ല, അവർ വന്ന് പൂട്ടിയിട്ട് പോയി. അത് തുറക്കാൻ പറ്റാത്ത വിധത്തിലാണത് ഈ ഇരുമ്പിൻ്റെ ബോട്ട് വെച്ചിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ ഇത് അന്വേഷിക്കാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ വളരെ വിചിത്രമായ ന്യായങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അവർ പറഞ്ഞത്, അത് ഈ കോളനിക്കാർ ഈ വെള്ളം മുഴുവൻ എടുത്ത് ഉപയോഗിച്ച് തീർത്ത് കളയും, അതുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. എന്താ, ഞാൻ തിരിച്ചു ചോദിച്ചു അവരടുത്ത്, അവർക്ക് കഴുകാൻ വാഹനങ്ങളില്ല, നനയ്ക്കാൻ കൃഷിഭൂമിയില്ല, കുളിപ്പിക്കാൻ വളർത്തു മൃഗങ്ങളില്ല, ഇതൊന്നും ഇല്ലാതെ ഉടുക്കാനുള്ള ഉടുതുണി പോലും മാറി ഉടുക്കാനില്ലാത്ത അവരെങ്ങനെയാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന വെള്ളം നിഷേധിക്കാൻ നിങ്ങൾ ഈ കാരണം പറയുന്നത്? അത് അടിയന്തരമായിട്ട് ആ പൈപ്പ് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അവരൊരു കാരണവശാലും അതിന് തയ്യാറായില്ല. അന്ന് വൈകുന്നേരം സ്നേഹവീടുകളുടെ താക്കോൽദാനത്തിനെത്തിയ CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെയും സ്ഥല MLA മന്ത്രിയും കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണനും ഇരിക്കുന്ന വേദിയിൽ ചെന്ന് ഈ വിഷയത്തിൻ്റെ ഗൗരവാവസ്ഥ പറയുമ്പോൾ അവരിൽ നിന്ന് വളരെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും പഞ്ചായത്ത് അധികൃതരോട് എത്രയും വേഗം ആ കുടിവെള്ള ടാപ്പ് തുറന്നു കൊടുക്കാൻ നിർദ്ദേശിക്കും. അന്ന് രാത്രി തന്നെ പഞ്ചായത്ത് അധികൃതർ 15 വർഷത്തിന് ശേഷം പുലപ്രക്കുന്ന് കയറിയ മുകളിലെത്തിയിട്ട് ഈ ടാപ്പ് തുറക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. പിറ്റേന്ന് പ്ലംബറെ കൊണ്ടുവന്ന് അറുത്ത് മാറ്റിയിട്ടാണ് ആ വെള്ളം കൊടുക്കുന്നത്. അപ്പം മനസ്സിലാക്കണം, സാങ്കേതികമായ ഒരു തടസ്സവുമില്ലാതെ ഒരു ജനതയ്ക്ക് ദശാബ്ദങ്ങളോളം കുടിവെള്ളം നിഷേധിച്ചത് വേറൊരു കാരണങ്ങളാലല്ല, കാരണങ്ങളില്ലാത്ത കാരണം ജാതി തന്നെയാണ്. എങ്ങനെയെങ്കിലും പുലപ്രക്കുന്നുകാർ ആ കോളനി വിട്ടു പോകണം. അവർക്ക് അവകാശപ്പെട്ട സ്ഥലം ഈ പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് തടസ്സപ്പെടുത്തി വെച്ചിരുന്നത്. അപ്പോൾ മുകളിലുള്ള അല്ലെങ്കിൽ ഉന്നത ഭരണാധികാരികൾ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് അവരുടെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുകയും അതിനിടെ അടിയന്തര നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ, അതായത് ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്ന അവഗണന കൂടിയാണ് ഇതിലെ ഒരു പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ ഒരു കാര്യം. പുതിയ നവോത്ഥാന കേരളത്തിൽ, നവോത്ഥാനത്തിനായൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കേരളത്തിൽ ഇത്ര വലിയ ഒരു വിവേചനം അതൊരിക്കലും മനസാക്ഷിക്ക് നിരക്കുന്നതല്ല, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് പൊറുക്കാനാവാത്ത തെറ്റാണ് അവരോട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, ഇത്തരത്തിലൊരു വാർത്ത, അത് വളരെ ഗൗരവമുള്ള ഒരു വാർത്ത തന്നെ പുറത്തു കൊണ്ടുവന്നതിന് ആദ്യം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. ഒപ്പം ഇവരുടെ ഈ വിഷയം, ഇതിൽ നേരത്തെ വിനീത പറഞ്ഞതുപോലെ ഇടപെടലുകൾ ഇതുവരെ ഉണ്ടാകാത്തത് തന്നെയാണോ? പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ, ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നൊക്കെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകാത്തത് തന്നെയാണോ ഇത്തരത്തിൽ ഇവരുടെ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് കാരണം?
രഞ്ജിത്ത്, വിനീത സൂചിപ്പിച്ചതുപോലെ വിനീതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ശേഷമാണ് നമ്മൾ ന്യൂസ് 18 സംഘം ഈ കോളനിയിലേക്ക് എത്തുന്നത്. വിനീത സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ അവിടെ ഒരു 10-35ഓളം മനുഷ്യർ കഴിയുന്ന ഒരു ദശാബ്ദങ്ങളായി കഴിയുന്ന ഒരു സാഹചര്യം, വളരെ വേദനാജനകമായ സാഹചര്യം. ചുറ്റുപാടുകൾ വലിയ സൗകര്യത്തോടുകൂടി ജീവിക്കുമ്പോൾ ഈ പുലപ്പർക്കുന്ന് കോളനി നിവാസികൾ 75 സെന്റ് ഭൂമിയിൽ കഴിയുന്ന ഇവർ ഒരു സൗകര്യവുമില്ലാതെ, വെള്ളമില്ല, വെളിച്ചമില്ല, മറ്റ് പാർപ്പിട സൗകര്യങ്ങളില്ല, ഈ ഓല കൊണ്ടും മറിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വെച്ചുകെട്ടിയ വീടുകളിൽ വലിയ ദുരന്തപൂർണമായ ജീവിതം തള്ളി നീക്കുന്ന ഒരു സാഹചര്യം. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെയാണ് ഇവർ പങ്കുവെച്ച വലിയ ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ കൂടി നമ്മളോട് അവർ പറയുന്നത്. അതായത് സ്കൂളുകളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് 2 തരത്തിൽ സ്കൂളുകളിൽ വിവേചനം, അതായത് കുട്ടികൾക്ക് പ്രാഥമികമായി കുട്ടികളെ ജാതി പേര് വിളിച്ച് അവഹേളിക്കുന്ന ഒരു സാഹചര്യം കുട്ടികൾ നേരിടുന്നു. പല കുട്ടികളും സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു. ഈ തരത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പേര് വിളിച്ച് അല്ലെങ്കിൽ ജാതി പേര് വിളിച്ച് അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയുന്നത് കാരണം സ്കൂളിൽ പോകാൻ മടിക്കുന്ന സാഹചര്യം. ബെഞ്ചുകളിൽ പ്രത്യേക ഈ കോളനിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി പ്രത്യേകമായി ബെഞ്ചുകൾ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം. കാരണം ഇവർ ഇരിക്കുന്ന ഭാഗത്ത് ഇവരുടെ ഒപ്പം മറ്റു കുട്ടികൾ ഇരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഒപ്പം തന്നെ രക്ഷിതാക്കൾ നമ്മോട് പറഞ്ഞത് PTA യോഗത്തിന് പോകുമ്പോൾ പോലും ഇവർക്ക് മാത്രമായി പ്രത്യേകമായ ഒരു ബെഞ്ചിലേക്ക് മാറിയിരിക്കേണ്ട ഒരു സാഹചര്യം. ഒപ്പം ഇവർ സൂചിപ്പിച്ച ഏറ്റവും ദുരന്തപൂർണമായ ഒരു കാര്യം, ഈ വിവാഹ വീടുകളിൽ പോലും പോകുമ്പോൾ ഇവർക്ക് മാത്രമായി പ്രത്യേകം ടേബിൾ, ഇവരുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ മറ്റുള്ളവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സാഹചര്യം. ഇത്തരത്തിൽ സാമൂഹ്യ ചുറ്റുപാടുകളിൽ വലിയ ബഹിഷ്കരണം ഇവർ നേരിടുന്നു. ഒപ്പം അവർ വേദനയോട് പങ്കുവച്ചൊരു മറ്റൊരു കാര്യം, മറ്റു സമൂഹത്തിലുള്ള ആളുകൾ അവർക്കിടയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുട്ടികളെ ഇവരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പറയ കോളനിയിലുള്ള ആളുകൾ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. വളരെ വലിയ രീതിയിലുള്ള ഒരു ജാതി വിവേചനം നേരിടുന്ന കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനി നിവാസികളുടെ ദയനീയമായ ജീവിത കഥയാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടത്. മുഹമ്മദ് ഷഹീദാണ് അതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ഈ വാർത്ത പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നത്.